നിങ്ങളോ ഞാനോ പറയുന്നത് ശരിയെന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ, നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എത്ര കളിയാക്കിയാലും നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ലേ തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തെളിയിക്കാൻ പറ്റുക? നിങ്ങൾ എന്തായാലും സമ്മതിച്ചു തരില്ല. ഇനി നിങ്ങൾ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്, അനിൽകുമാരൻ, നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അറിഞ്ഞിട്ട് 6 വർഷക്കാലം സംരക്ഷിച്ചതോ? അതിനുശേഷം ആഗോള സംഗമം നടത്തി അതിന്റെ പേരിലും കോടികൾ കൊള്ളയടിച്ചതോ? അവിടെ മേടിച്ച കിടക്ക വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയതോ? ഊരാളുങ്കൽ സൊസൈറ്റിയെ മറയാക്കിക്കൊണ്ട് നിരന്തരം ടെൻഡർ ഇല്ലാതെ പദ്ധതികൾ കൊടുത്ത് കോടികൾ കൊള്ളയടിച്ച് CPM പ്രചരണത്തിന് പണം ആർജിക്കുന്നതോ? പിൻവാതിൽ നിയമനം, ദൂർത്ത്, അഴിമതി, കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ വരെ സഖാക്കന്മാരുടെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനം, അതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. PPE കിറ്റ് പർച്ചേസ് ചെയ്തതിൽ 1000 കോടി, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ 1200 കോടി, കാലാവധി കഴിഞ്ഞ മരുന്ന് തിരിച്ച 1650 കോടി രൂപയുടെയൊക്കെ അഴിമതി നടത്തിയതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ആശുപത്രിയിൽ ഇടിഞ്ഞ് രോഗികൾ മരിക്കുന്നത് അതാണോ? ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്നത്, 6 ദിവസക്കാലം നോക്കാൻ ആളില്ലാതെ മരിച്ച വേണുവിന്റെ മരണമൊഴി, ഈ കഴിഞ്ഞ ദിവസം മരിച്ച നവജാത ശിശുവിന്റെ മരണം, കൈക്ക് പരിക്കേറ്റിയെന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത്, കാലിന് പരിക്കേറ്റിയെന്ന ആളുടെ നാവ് മുറിച്ചു മാറ്റുന്നത്, വയറ്റിൽ കത്രിക വെച്ച് കൊടുത്തു വിട്ടുന്നത്, മരുന്ന് ക്ഷാമം, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? അപ്പോൾ സർക്കാരുകൾ ഭരിക്കുമ്പോൾ കുറവുകൾ സംഭവിക്കും. പക്ഷെ ഈ കുറവുകൾ ഒന്നും സമ്മതിക്കാതെ അതൊക്കെ സിസ്റ്റത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നേട്ടങ്ങൾ മാത്രം നിങ്ങളുടേതാണ്, നിങ്ങൾ മാത്രമാണ് 1ാം നമ്പർ എന്ന് പറയുന്ന ആ പരിപാടിയുടെ പേരാണോ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്?